നിലവിലുള്ള കേന്ദ്ര വനം വന്യജീവി നിയമങ്ങൾ മനുഷ്യർക്ക് എതിരായുള്ളതാണെന്ന് EP ജയരാജൻ. കേരള കർഷക സംഘത്തിന്റെ മലയോര കർഷക മുന്നേറ്റ ജാഥയ്ക്ക് ചെറുപുഴയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ജാഥ ലീഡർ കൂടിയായ EP ജയരാജൻ. കാസർഗോഡ് ജില്ലയിൽ നിന്നും ജില്ലയിലേക്ക് പ്രവേശിച്ച ജാഥയെ ചെറുപുഴ പാലത്തിന് സമീപത്തു നിന്നും സ്വീകരിച്ച് സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ CPM ഏരിയ സെക്രട്ടറി P ശശിധരൻ അധ്യക്ഷത വഹിച്ചു. EP ജയരാജൻ, CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, CH കുഞ്ഞമ്പു, NR ഷക്കീന, M പ്രകാശൻ, TI മധുസൂദനൻ MLA, PP ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ധാരാളം റോഡുകൾ ഉണ്ടാകും. ജനവാസം വർദ്ധിച്ചു വരുമ്പോൾ ജനങ്ങൾക്ക് അവർക്ക് വീടുകളിലേക്ക് പോകാൻ റോഡുകൾ ആവശ്യമായി വരും. ഇന്ന് നമ്മുടെ കേരളത്തിലെല്ലാം നോക്കിയാൽ ധാരാളം വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൈക്കിൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇടത്തരക്കാരൻ്റെതായിരുന്നു. ഇന്ന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇന്ന് കാറ്, വാഹനങ്ങൾ. ഇങ്ങനെ രാജ്യം വികസിക്കുന്നു, വളർച്ചയുണ്ടാകുന്നു, അതിനനുസരിച്ച് റോഡുകൾ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആളുകൾ റോഡ് നിർമ്മിക്കും. റോഡ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളുടെ കൂട്ടായ്മയുണ്ടാകും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായിക്കും. ഇങ്ങനെ മലയോര മേഖലകളുടെ വികസനം പടിപടിയായി ഉയർന്നു വരികയാണ്. കേരള ഗവൺമെന്റ് തന്നെ മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി. ഇപ്പൊ നമ്മുടെ മലയോര മേഖല മലയോര ഹൈവേ ഈ കേരളത്തിന്റെ മലയോര മേഖലകളിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കി, ഒരു വികസന വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കാടുകൾ നിറഞ്ഞ് വനമേഖലയായിരുന്ന പ്രദേശങ്ങളിലേക്ക് റോഡുകളും കെട്ടിടങ്ങളും ഒക്കെ വരുമ്പോൾ സ്ഥിതിഗതികൾ മാറും. ഈ വനങ്ങളിലെല്ലാം ധാരാളം വന്യമൃഗങ്ങളുണ്ടായിരുന്നു. കേരളത്തിന്റെ മൊത്തം സ്ഥിതിയെടുത്ത് വെച്ച് നോക്കിയാൽ ഒരു 39,000 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിന്റെ ആകെയുള്ള ഭൂമി. 39,000 ചതുരശ്ര കിലോമീറ്റർ. അതിലേതാണ്ട് 12,000 ചതുരശ്ര കിലോമീറ്റർ വനങ്ങളായിരുന്നു. വലിയ വനങ്ങൾ, കാടുകൾ നിറഞ്ഞ പ്രദേശങ്ങളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയാൽ ചെറുപുഴയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ഈ പ്രദേശങ്ങളിലൊക്കെ വനങ്ങൾ നിറഞ്ഞു നിന്നതായിരുന്നു. ഈ വനങ്ങളിലൊക്കെ ധാരാളം മൃഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും നാട്ടിലേക്ക് ഇറങ്ങി വന്ന ജനങ്ങളെ ആക്രമിക്കുന്ന സ്ഥിതി ഈ വനങ്ങളിൽ വന്യമൃഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതല്ല സ്ഥിതി. വനങ്ങളിൽ ജീവിച്ചിരുന്ന വന്യമൃഗങ്ങൾ വനം വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് മാത്രമല്ല, ഈ വനമേഖലയിൽ നിന്ന് ഒരു 30-40 കിലോമീറ്റർ വരെ അകലത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വരികയാണ്. അതിന്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതാണ്. പാലക്കാട് ടൗണ്, അവിടെയാണ് അരിക്കൊമ്പന്റെ വിഹാര കേന്ദ്രം. കരടി, പുലി ഇറങ്ങുന്നു. അപ്പൊ ഇന്നലെ നിങ്ങൾ നമ്മുടെ ആറളത്ത്, ഇവിടെ അടുത്ത പ്രദേശമാണ് ആറളം. ആറളത്ത് രാത്രി ആന ഒളിച്ചിരുന്നു. രാത്രി ഒരു വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നവരെ ആക്രമിച്ചു. ആളുകൾ നിലവിളി കൂട്ടി ഓടി വീട്ടിനകത്ത് കയറിയപ്പോൾ ആന വീട്ടിനകത്ത് കയറാൻ കഴിഞ്ഞില്ല. പക്ഷേ വീടിന് നിർമ്മാണം ഇടിച്ച് തകർന്നു. സാധാരണ നമ്മൾ പറയാറുണ്ട്, തലനാരി ഇടയ്ക്ക് രക്ഷപ്പെട്ടു വരും. അങ്ങനെയാണ് ആടത്തോട് കൃഷിക്കാരൻ ഇന്നലെ രക്ഷപ്പെട്ടത്. എന്നാൽ തൃശ്ശൂരിൽ ആന ആക്രമിച്ചു. അതിന്റെ ഫലമായി ഒരു കൃഷിക്കാരനായ ചവിട്ടിക്കൊന്നു. കേരളത്തിൽ 4 കൊല്ലത്തിലൂടെയുള്ള അനുഭവം എടുത്ത് നോക്കിയാൽ ഒരു 550-550 ആളുകളെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ 3000-ലധികം വരും. എല്ലാ സ്ഥലങ്ങളിലും വന്യമൃഗങ്ങളുടെ ആക്രമണമാണ്. നമ്മുടെ പശ്ചിമഘട്ട നില എടുത്താൽ മഹാരാഷ്ട്ര, കർണാടകം, കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി വരെയാണ് നീണ്ടു കിടക്കുകയാണ്. ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കേരളത്തിന്റെ പശ്ചിമഘട്ട
സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം, ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ, വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡീസ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ് 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ. ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, വെള്ളരിക്കുണ്ട്, ആലക്കോട്, പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 at 04985240391.